റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ഏകദിന മത്സരത്തിൽ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ വീണ്ടും ക്രിക്കറ്റിൽ തന്റെ പേര് സ്വർണ്ണാക്ഷരങ്ങളിൽ എഴുതിക്കൂട്ടി. 51 പന്തുകളിൽ നിന്ന് 56 റൺസ് നേടി പുറത്തായ രോഹിത് 5 ഫോറുകളും 3 സിക്സുകളും ഉൾപ്പെടുന്ന ഇന്നിംഗ്സിലൂടെയാണ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. 3 സിക്സുകൾ കൂടി നേടിയതോടെ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരമെന്ന ചരിത്ര നേട്ടം രോഹിത് സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ ഏകദിന സിക്സുകളുടെ എണ്ണം 352ആയി. ഇതുവരെ 351 സിക്സുകളുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്ന പാകിസ്ഥാന്റെ ഷഹീദ് അഫ്രീഡി ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറി. ഏകദിന സിക്സറുകളുടെ പട്ടികയിൽ മൂന്നാമത് 331 സിക്സുകളുമായി വിൻഡീസ് താരം ക്രിസ് ഗെയിലും നാലാമത് 270 സിക്സുകളുമായി സനത് ജയസൂര്യയും 229 സിക്സുകളുമായി MS ധോണിയുമാണ് അഞ്ചാം സ്ഥാനത്ത്. ഏകദിനത്തിൽ മാത്രമല്ല, അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരവും രോഹിത് ശർമ്മ തന്നെയാണ്. ആകെ 645 സിക്സർ നേടിയ അദ്ദേഹം 553 സിക്സറുകളുള്ള ക്രിസ് ഗെയിലിനെ മുൻപേ മറികടന്നിട്ടുണ്ട്. T20 ഫോർമാറ്റിലും സിക്സുകളുടെ കാര്യത്തിൽ രോഹിത് ഇന്ത്യയുടെ ഏറ്റവും മുന്നിൽ തന്നെയുണ്ട്. 205 സിക്സറുകളാണ് രോഹിത് T20യിൽ പായിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇന്ത്യയെ T20 ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച ശേഷം ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഇപ്പോഴും ആർക്കും മായ്ക്കാനായിട്ടില്ല. ടെസ്റ്റുകളിലും രോഹിത് തിളങ്ങിയിട്ടുണ്ട്. 88 സിക്സുകളോടെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ മൂന്നാമത്തെ ഉയർന്ന സിക്സ് നേടിയ താരമാണ് അദ്ദേഹം. 94 സിക്സുകളുമായി ഋഷഭ് പന്തും 91 സിക്സുകളുമായി വീരേന്ദ്ര സേവാഗുമാണ് ടെസ്റ്റിൽ അദ്ദേഹത്തിന് മുൻപിലുള്ളത്. സിക്സുകളുടെ സിംഹാസനത്തിൽ വീണ്ടും തന്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് രോഹിത് ശർമ്മ ലോക ക്രിക്കറ്റിൽ മറ്റൊരു ചരിത്രം കൂടി എഴുതിയിരിക്കുകയാണ്.